ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ലോഗ്സ്. നമുക്കിതൊരു അടിപൊളി അവിയൽ ഉണ്ടാക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമ്മളിവിടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ എന്താണോ അതൊക്കെ എടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത്രയും കഷ്ണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു മുറി ഫുൾ തേങ്ങ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ തിരുപുളി, ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇതിന് പറയുന്നത്. തിരുപുളി അല്ലെ വാളംപുളി. അത് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് നടുഭാഗം കീറിയതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ അവിയലിലേക്ക് വേണ്ടത് സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ചുമന്നുള്ളി വേണം. ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഉരുളി വെച്ചു. ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ നമുക്കൊന്ന് തട്ടി കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാതാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത്. അവിയലിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റില്ല. അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കരിവേപ്പിലയും പച്ചമുളകും നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പമായിട്ടുള്ളൊരു അവിയലാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റിയാണ്. നമ്മൾ ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന ആ സെയിം ഇതാണ്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും നമുക്കൊന്ന് അരച്ചെടുത്താലോ? ഒന്ന് ചായച്ചെടുക്കുക. അരച്ചെടുക്കുമല്ലോ കേട്ടോ, സോറി, ചായച്ചെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് നല്ല ജീരകം വേണം കേട്ടോ. ഞാൻ നല്ല ജീരകം ഇപ്പോഴാണ് എടുത്ത് വെച്ചത്. നല്ല ജീരകവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകും കൂടെ ഇടണമായിരുന്നേ. കടുക് ഇടാൻ ഞാൻ മറന്നുപോയേ. നമ്മളതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. കറക്റ്റാണ്. നമ്മുടെ കഷ്ണം ഈ സമയത്ത് വെന്തോന്നൊന്ന് നോക്കാം. നമ്മുടെ കഷ്ണം ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് മാറിയായിരുന്നു. അതാണ് ക്ലാരിറ്റി കുറഞ്ഞു പോയത് കേട്ടോ. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ടങ്ങോട്ട് ഇളക്കണം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്നും ഒട്ടും ഇതാവാതിരുന്ന് കിട്ടിയുണ്ടോ? നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അവിയൽ കുഴഞ്ഞു പോകില്ല കേട്ടോ. കറക്റ്റ് കഷ്ണങ്ങളെല്ലാം വിട്ട് കിടക്കും. നമ്മുടെ സദ്യക്കകത്ത് എങ്ങനെയാണോ വിളമ്പുന്നത് ആ സെയിം അവിയലാണിത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഒരു പപ്പടവും കൂടെ ഉണ്ട്. കുശാലാണ്. നമ്മുടെ അവിയൽ ഇവിടെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിതിലേക്ക് തിരുപുളിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പുളിയും നമ്മൾ ഇട്ട് കൊടുത്ത്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും ഇതൊക്കെ ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടോ എന്നെനിക്ക് ഞാൻ ഓർക്കണില്ല. രണ്ടാമത് ഇപ്പോഴേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു. നമ്മളതിലേക്ക് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഇച്ചിരി കരിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒഴിക്കും. ലാസ്റ്റ് ഇറക്കുന്ന ടൈമിൽ ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ തൂവി കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി ഒന്ന് ഇതാക്കി വെക്കാം. കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ? കഴിക്കുമ്പോഴും ടേസ്റ്റാണ്. കാണുമ്പോൾ അതിലുപരി ഭംഗിയും വേണമല്ലോ. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവിയലിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ഇടാൻ മറന്നുപോയതാണ്. ആ വീഡിയോ എവിടെ പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.